ഹലോ അസ്സാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കും ചെയ്യാം. നല്ല സോഫ്റ്റാണിത്, ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. രാവിലെയൊക്കെ നമുക്ക് ഈ കറിയും കടിയും ഒക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് കുറേ സമയം ഇതാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിലൊന്ന് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. രാവിലെയാണ് കേട്ടോ അത് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിനാണ് കേട്ടോ ഞാൻ അരി അളന്നിട്ടുള്ളത്. ഇതിന് 2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ഈ കപ്പിനനുസരിച്ചാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം കഴുകിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ ഞാൻ. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ, ഒരു 9 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി തന്നെ എടുക്കുക കേട്ടോ, എന്നെങ്കിലേ ഉള്ളൂ. സവാള ചേർത്താൽ ഇത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. പിന്നെ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവിയത് കുറച്ച് അവിടെ മാറ്റി വെക്കണം കേട്ടോ, അത് പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് ചോറാച്ചാ ഉള്ളത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ വലിയ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലിയ സ്പൂണിന് 2 സ്പൂണ് ചോറ് എടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചരി അളന്നെടുത്ത ആ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല, അതും ചേർത്തിട്ടുണ്ട്. ഇനി എത്ര വെള്ളമായി എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇത് ഞാനൊരു പാത്രത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 1/2 ഗ്ലാസ്സിൽ ബാക്കി ഉണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ, അതും പാടെ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്കൊന്ന് ആക്കിയിട്ട് ഒന്ന് ചുഴറ്റി പറന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അതിലേക്ക് ആയിട്ടുള്ളത്, വേറെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ലൂസ് എങ്ങനെയെന്നില്ല, നല്ല കട്ടിക്കും പറ്റില്ല, എന്നാൽ കുറച്ച് ലൂസിൽ അങ്ങനെയാണ് കേട്ടോ നമുക്കിതിൻ്റെ മാവ് ഇരിക്കേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് കേട്ടോ വേണ്ടത്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയും വേപ്പിലയും ചെറുതായി കട്ട് ചെയ്തിട്ട് അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചെറിയത് നേരത്തെ മാറ്റി വെച്ച് തേങ്ങ ചെറിയതും പാടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൂന്ന് സ്പൂണ് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വലിയ സ്പൂണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പാടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സോഡ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഗ്ലാസ്സിന്. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. ഇതിനായിട്ട് ഞാൻ പഴയ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടല്ലോ, അതാണ് വെച്ചെടുത്തിട്ടുള്ളത്. അതിൽ ചുട്ടെടുക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ അതൊന്ന് ചുട്ടെടുത്താൽ ടേസ്റ്റ് ഇല്ല എന്നല്ല, ഇതിൽ ചുട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു താവി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ച ഉടനെ തന്നെ നമുക്കത് മൂടി വെക്കാം. ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചട്ടിയിലൊന്നും പിടിക്കൊന്നുമില്ല കേട്ടോ, അത്രയ്ക്ക് പെട്ടെന്ന് കിട്ടും ചെയ്യും. നല്ലൊരു സോഫ്റ്റ് ചപ്പാണ് കേട്ടോ. ഇനി അടുത്തത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം.
ഇതൊന്ന് ഒഴിച്ചതിന് ശേഷം മൂടി വെച്ചിട്ടുണ്ട്. ഇതെടുത്തതിന് ശേഷം ഞാൻ എരുത്തൊക്കെ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൽ പച്ചമുളക് ചേർക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇങ്ങനെ മുളക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു ഇതാവും ഡിസ്റ്റർബ് ആവും വിചാരിച്ചത് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. കാണാനും നല്ലൊരു ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം അടുത്തത് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നെയ്യപ്പത്തിൻ്റെ ഷേപ്പൊക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഫ്ലെയിം നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം, പിന്നെ ലോ ഫ്ലെയിമിൽ ആക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാതും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അത്രയ്ക്ക് സോഫ്റ്റാണ് കേട്ടോ, നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ച് അത്രയ്ക്ക് സോഫ്റ്റാണിത്. എനിക്ക് എണ്ണ മാത്രം ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ കുറേ എണ്ണ ഉണ്ടെന്ന് വിചാരിക്കും, പക്ഷെ അത്രയ്ക്ക് എണ്ണ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ആകെ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്താൽ അത് ആ ചട്ടിയിൽ തന്നെ ഉണ്ടാവും. കണ്ടില്ലേ, നല്ല ആരൊക്കെ വന്നിട്ടുള്ള ഒരു അപ്പം തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ. വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.